Hello കൂട്ടുകാരെ, welcome to my channel. In this video I will show you how to make a book application using Sketchware. Sketchware ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അതിനായി ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങുകയാണ്. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ആപ്ലിക്കേഷൻ നെയിം എന്ന ഭാഗത്ത് മൈ ബുക്ക് എന്ന് കൊടുക്കുന്നു. മൈ ബുക്ക്. ഓക്കെ, ക്രിയേറ്റ് ആപ്പ്. ഈ ഏരിയയിൽ ഞാൻ 3 ബട്ടൺസ് ആഡ് ചെയ്യുകയാണ്. പേജ് 1, പേജ് 2, പേജ് 3. ആദ്യമായിട്ട് അതിനെ ഒരു ലേഔട്ട് ആഡ് ചെയ്യുന്നു. ലീനിയർ വി എന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ലീനിയർ അതിൻ്റെ വെടുത്ത് ട്രാൻസ്പാരൻ്റ് കൊടുക്കുന്നു. അതിൻ്റെ ഗ്രാവിറ്റി സെൻറ്റർ ഹൊറിസോണ്ടൽ കൊടുക്കുന്നു. ഇതിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെ ഇത് സെൻറ്റർ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇപ്പോൾ 3 ബട്ടൺസിന് ആഡ് ചെയ്യാണ്. ബട്ടൺ 1, ബട്ടൺ 2, 2 ബട്ടൺസ്, 2 ബട്ടൺ മതി. ബട്ടൺ 1, ബട്ടൺ 2. ഇവിടെ ബട്ടൺ 1 എന്നത് സെലക്ട് ചെയ്യുന്നു. എൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് പേജ് 1 എന്ന് കൊടുക്കുന്നു. പേജ് 1. ഓക്കെ, എൻ്റെ ടെക്സ്റ്റ് സൈസ് 16 കൊടുക്കുന്നു. ടെക്സ്റ്റ് സ്റ്റൈല് ബോൾഡ് ആക്കുന്നു. ഓക്കെ, കളറ് വൈറ്റ് ആക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് കൂടി ചേഞ്ച് ചെയ്യണം. പേജ് 1 എന്നത് എൻ്റെ ലേഔട്ട് പ്രോപ്പർട്ടീസിൽ 200 കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ബട്ടൺ 2 ചേഞ്ച് ചെയ്യുന്നു. എൻ്റെ വിഡ്ത്ത് 200 കൊടുക്കുന്നു. മാർജിന് ഞാൻ ടോപ്പിൽ നിന്നൊരു 20 കൊടുക്കുന്നു. സേവ്. എൻ്റെ ബട്ടൺ എന്ന ഭാഗത്ത് പേജ് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ടെക്സ്റ്റ് സൈസ് 16 കൊടുക്കുന്നു. ബോൾഡ്, ടെക്സ്റ്റ് കളറ് വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് കളറ്. ഓക്കെ, പേജ് 1, പേജ് 2. അപ്പോൾ പേജ് 1 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1ാമത്തെ പേജിലേക്ക് പോകണം. പേജ് 2 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 2ാമത്തെ പേജിലേക്ക് പോകണം. അപ്പോൾ 2 പേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് താഴെ കാണുന്ന മെയിൻ ഡോട്ട് എക്സ്എംഎൽ എന്ന ഭാഗത്ത് ഈ മുകളിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേജ് 1 ആഡ് ചെയ്യാം. പേജ് 1 ആഡ്. ഒന്നുകൂടിയും വേണം. പേജ് 2. ഓക്കെ, മെയിൻ എക്സാമിലേക്ക് തന്നെ പോവാം. ഇനി നമുക്ക് ഇതിലേക്ക് കോമ്പോണൻ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 1ാമത്തെ പേജിലേക്ക് പോകണം. അതിനൊരു ഇൻഡൻറ്റ് എന്ന കോമ്പോണൻ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ്. ശേഷം ഈ വ്യൂ ഏരിയയിൽ ഈവൻ്റ് ഏരിയയിൽ ഓൺ ക്രിയേറ്റ് എന്ന ഭാഗത്ത് ഈ വ്യൂ ഏരിയയിൽ ബട്ടൺ 1 എന്ന ഈ ഒരു ഭാഗത്ത് 1ാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1ാമത്തെ പേജിലേക്ക് പോകണം. അതിനെ നമ്മൾ താഴെ കാണുന്ന ഈ കോമ്പോണൻ്റ് സെക്ഷനിൽ സെറ്റ് സ്ക്രീൻ എന്ന ബ്ലോക്കും സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന ബ്ലോക്കും ഡ്രാഗ് ചെയ്യും. സെറ്റ് സ്ക്രീൻ പേജ് 1 ഇൻഡൻറ്റും ആയി കൊടുക്കും. നമുക്ക് ഈ മൈ കളക്ഷൻ എന്ന ഭാഗത്തേക്ക് സേവ് ചെയ്ത് വെച്ചാൽ പിന്നീട് നമുക്ക് ഈ ഒരു ബ്ലോക്ക് ആവശ്യമായി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കളക്ഷൻ എന്ന ഭാഗത്ത് നിന്ന് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, പേജ് 2 ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് 2ലേക്ക് പോകണം. നേരത്തെ ഞാൻ ഇതിലേക്ക് സേവ് ചെയ്ത ആ ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. പേജ് 2. ഓക്കെ, സെറ്റ്. ഇനി പേജ് 1 എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് 1 പോകുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ടെക്സ്റ്റുകൾ കൊടുക്കുന്നു. ഇത് പുസ്തകമാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ വിഡ്ത്ത് ട്രാൻസ്പാരൻ്റ് ആകുന്നു. ലീനിയർ വി ആഡ് ചെയ്യുന്നു. ശേഷം 2 ടെക്സ്റ്റുകൾ ആഡ് ചെയ്യും. ഇത് ഞാൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ടെക്സ്റ്റ് വ്യൂ 1,
മൈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ടെക്സ്റ്റ് സൈസ് 16 കൊടുക്കുന്നു, നോർമൽ ബോൾഡ് ബോൾഡ് ഇറ്റാലിക്സ് കൊടുക്കുന്നു, കളറൊക്കെ ഉണ്ടാവും. ഇതിനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലേഔട്ട് ഗ്രാവിറ്റി സെൻറ്ററിലേക്ക്. ഈ ടെക്സ്റ്റ് വ്യൂ 1 നമുക്ക് ചേഞ്ച് ചെയ്യണം. 14 മതി, ബോൾഡാക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല, കാരണം ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് ആഡ് ചെയ്യണം. അതിനാണ് ഈവൻ്റ് സെക്ഷനിൽ ഓൺ ക്രിയേറ്റിൽ താഴെ കാണുന്ന വ്യൂ എന്ന സെക്ഷനിൽ നിന്നും സെറ്റ് ടെക്സ്റ്റ് വ്യൂ സെറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് വ്യൂ അല്ല, ടെക്സ്റ്റ് വ്യൂ 2 കൊടുക്കുന്നു, കാരണം ടെക്സ്റ്റ് വ്യൂ 1 നമ്മുടെ ഇത് ഹെഡിങ് ആണ്. രണ്ടാമത്തതിലാണ് നമുക്ക് പാരഗ്രാഫ് വരേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത പാരഗ്രാഫ് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കാം. പേസ്റ്റ് ചെയ്യുന്നു, സേവ്. ഓക്കെ, ഇതേപോലെ തന്നെ പേജ് 2 നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പേജ് 1 മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് എത്ര പേജുകളും ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ പേജിലും നമുക്ക് ഓരോ വിഷയം ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്റ്റാൾ. ഓപ്പൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം പേജ് 1 ഹോം കാണാം. ഒന്നാമത്തെ പേജിലേക്ക് പോയി. പേജ് 2 നമ്മളിതിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്തില്ല, അതുകൊണ്ട് പേജ് 1 മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആണ്.